الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. സത്താവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായ വൈദിയായ അറിവാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ജീവിതത്തിന് ശേഷം ശാശ്വതമായ പാരത്രിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആൻ നൽകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ആത്മീയ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സാണ് പരിശുദ്ധ ഖുർആൻ, വഹ്യാണ്. ആ ഖുർആൻ കൂടാതെ പ്രവാചകൻ അല്ലാഹു വഹി നൽകിയ കാര്യങ്ങളും അത് ഖുർആന്റെ വിവരണമായി റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾ എന്നും പറയും. ഇത് രണ്ടുമാണ് ആത്മീയ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. പക്ഷെ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണാം. തനി ഭൗതികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഖുർആൻ. ഭൗതികമെന്ന് പറയുന്നത് മനുഷ്യന് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അള്ളാഹ് എടുത്തുദ്ധരിക്കുന്നു ഖുർആനിൽ. എന്തിനു വേണ്ടിയാണത്? ഭൗതികമായി തന്നെ മനുഷ്യന് അറിയാൻ കഴിയുന്ന വിഷയങ്ങൾ എന്തിനാണ് ഖുർആൻ ആത്മീയ വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ആ രണ്ട് വിജ്ഞാനങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാനും ആഴ്ചകളായി.
ഏറ്റവും നല്ല ഉദാഹരണമാണ് തേനീച്ച. പൗരാണിക കാലം മുതൽ മനുഷ്യൻ തേനീച്ചയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന തേൻ ഔഷധമായും ഭക്ഷണമായും പൗരാണിക കാലം മുതൽ മനുഷ്യര് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന് എത്രയോ കാലം മുമ്പ് മനുഷ്യൻ തേൻ ഉപയോഗിക്കുന്നുണ്ട്, തേനീച്ചയെ കാണുന്നുണ്ട്, തേനീച്ചയുടെ കൂടുകളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ഒരു വൈവിയായ വിഷയമല്ല തേനും തേനീച്ചയും. പിന്നെ എന്തിനാണ് ഖുർആൻ ഈ വിഷയം പറഞ്ഞത്? മനുഷ്യന് അറിയുന്ന ഈ വിഷയത്തിൽ ഒരു ഉൾക്കാഴ്ച കൂടി നൽകിക്കൊണ്ട് വൈവിയായ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതാണ് ഇത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, ഇതിങ്ങനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് ഗവേഷണം നടത്താൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് അല്ലാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൂറത്തുൻ നഹൽ എന്ന് പറയുന്നത് തന്നെ അതിലൊരു സൂറത്തുണ്ട്. തേനീച്ച എന്നർത്ഥം. സൂറത്തിന്റെ പേര് തന്നെ തേനീച്ച എന്നാണ്. അതിൽ അള്ളാഹു പറയുന്നത്, അതിലെ 68, 69 ആയത്ത്, തേനീച്ചക്ക് അല്ലാഹു ബോധനം നൽകി, പർവ്വതങ്ങളിൽ നിങ്ങൾ നിങ്ങളെ വീടുണ്ടാക്കിക്കൊള്ളുക, വമിനശ്ശജരി മരങ്ങളിലും നിങ്ങൾ വീടുണ്ടാക്കിക്കൊള്ളുക, മനുഷ്യന്മാർ പടുത്തുയർത്തുന്നവയിലും നിങ്ങളുടെ കൂട് നിങ്ങൾ നിർമ്മിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തേനീച്ചക്ക് ബോധനം നൽകി, വഹ്യ് നൽകി. അവിടൊക്കെ തന്നെ തേനീച്ചയുടെ കൂട് കാണാം. മരങ്ങളില്, പാറകളിൽ. മനുഷ്യൻ വല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയ അതുമൊക്കെ ആയിട്ടും തേനീച്ചയുടെ കൂടുകൾ നമുക്ക് കാണാം. അള്ള പറയുന്നത് തേനീച്ചക്ക് അള്ള ബോധനം നൽകിയതാണത്. എന്നിട്ടോ നിർത്തിയില്ല. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, തേനീച്ചയോട് അല്ലാഹു കൽപ്പിച്ചു, എല്ലാത്തരം കായ്കനികളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം ശേഖരിച്ചു കൊള്ളുക. ഫസ്ലുകി സുബുല റബ്ബിക് ദുലലൻ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചെന്ന മാർഗത്തിൽ സുഗമമായി നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. യഖ്റുജു മിൻ ബുതൂരിഹാ, ആ തേനീച്ചയുടെ വയറുകളിൽ നിന്ന് പുറത്തു വരുന്നു ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, നിറവ്യത്യാസം വന്ന ഒരു ദ്രാവകം, ഒരു പാനീയം അതിൻ്റെ വയറുകളിൽ നിന്ന് പുറത്തു വരുന്നു. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യന് ശമനമുണ്ട്. ഖുർആൻ പ്രത്യേകിച്ച് ശിഫ എന്ന് ഉപയോഗിച്ച 2 സംഗതിയാണ്. ഒന്ന് തേന, ശിഫയുണ്ട് എന്ന് അല്ലാഹ് ഖുർആനിലൂടെ പ്രഖ്യാപിച്ച ഒന്ന് തേനാണ്, 2 ഖുർആനാണ്. ശിഫയാണ്. മുഅ്മിനീങ്ങൾക്കത് ശിഫയാണ്. മനസ്സിലെ പ്രയാസങ്ങൾക്കത് ശിഫയാണ്. നിങ്ങളെ പ്രയാസപ്പെടുന്നത് എന്ത് വിഷയം, അതിനുള്ള ശിഫ ഖുർആൻ നൽകും. ഖുർആനിൽ അതിൻ്റെ നിർദ്ദേശം ഉണ്ടാവും. അത് പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇവിടെ തേനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, മനുഷ്യന് ശിഫയുണ്ട് തേനിൽ. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ, നിശ്ചയമായും ചിന്തിക്കാൻ തയ്യാറുള്ള മനുഷ്യർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവിടെയാണ് അള്ളാഹു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ, കേൾക്കാൻ പറ്റുന്നതാ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാ, ഇനി ഗവേഷണം നടത്താൻ പറ്റുന്നതാ. ഗവേഷണം നടന്നപ്പോ എന്നും ഗവേഷണം നടത്തുന്നുണ്ട് തേനിനെ കുറിച്ച്, അപ്പൊ തേനീച്ചയെ കുറിച്ച്, അതിന്റെ ഔഷധ ബീജത്തെ കുറിച്ച് അനേകം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പകരം ഒരു വസ്തു കിട്ടിയിട്ടില്ല. തേനിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ
അത്ഭുതകരമായ തേനീച്ചയെക്കുറിച്ചുള്ള ഭൗതികമായ ഗവേഷണങ്ങൾ പുരോഗമിച്ചപ്പോൾ കണ്ടെത്തിയത് പെണ്ണീച്ചയാണ് ഇതെല്ലാ പണിയും ചെയ്യുന്നത്. ആണീച്ചകൾ മടിയന്മാരാണ്. തേനീച്ചകളാണ് തേൻ ശേഖരിക്കുന്നതും കൂടുണ്ടാക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും തേൻ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതുമെല്ലാം പെണ്ണീച്ചകളാണ്. അത് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറിയില്ല മനുഷ്യന്. അള്ളാഹു സ്ത്രീയോട് കൽപ്പിക്കുന്ന പോലെയാണ് ഖുർആനിലെല്ലാം പറഞ്ഞത്. അനിത്തഹദീ, ഒരു സ്ത്രീയോട് എങ്ങനെ കൽപ്പിക്കുന്നു അതുപോലെ അള്ളാഹു പറയാണ്, നീ വീടുണ്ടാക്കിക്കൊള്ളുക. സ്ത്രീലിംഗാക്കിയിരിക്ക, കൽപ്പനക്രിയ. അപ്പകുലി, നീ തിന്നുകൊള്ളുക. കുൽന്നാണ് പറയേണ്ടത്. ആണുങ്ങളോട് പറഞ്ഞ കുൽന്നാണ്, നീ തിന്നോളാൻ. ഇത് സ്ത്രീലിംഗാക്കിയിരിക്കുന്ന കൽപ്പന. കുലി, നീ തിന്നുകൊള്ളുക. ഫസുലുക്കി, എല്ലാ ക്രിയകളും സ്ത്രീലിംഗമാക്കിയിരിക്കുന്നു. അത്ഭുതകരമായ ശാസ്ത്രജ്ഞന്മാരെ ഖുർആൻ വചനങ്ങൾ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയാണിത്. പണ്ടൊക്കെ ആളുകൾ ധരിച്ചത് പൂക്കളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് തേൻ ശേഖരിച്ചുകൊണ്ട് കൂട്ടിൽ വെക്കുകയാണെന്നാണ്. ആ കൂടിൻ്റെ ഘടന അറിയില്ല നമുക്ക്. ഹെക്സഗൺ 6 വശങ്ങളാണ്, 6 ഭിത്തിയുള്ള അറകളാണ് തേനീച്ചയുടെ ആ അടുക്ക്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ വ്യാപ്തം കിട്ടുന്നതും ഇടയിൽ ഒഴിവ് വരാതെ ഉള്ള ഒരു നിർമ്മിതിയാണ് 6 വശങ്ങൾ. വൃത്തമായാൽ ഇടയിൽ ഒഴിവ് വരും. വൃത്തമാണ് ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ളത്. വട്ടം, പക്ഷേ വട്ടം ചേർത്ത് വട്ടം ഉണ്ടാക്കി ഇടയിൽ ഒഴിവ് വരും. 6 വശങ്ങളുള്ള ഇതിൽ ഏറ്റവും വലിയ വ്യാപ്തം ലഭിക്കുകയും ആ അടുക്കുകൾ അതിൻ്റെ അടകളിൽ ഒഴിവ് വരാത്ത വണ്ണം കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ച് കൂടുതൽ വ്യാപ്തമുള്ള ആ കൂടാണ്. ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് തേനീച്ച പഠിച്ചത്? ഏത് എഞ്ചിനീയർമാരെ അത്ഭുതപ്പെടുത്തിയ നിർമ്മിതിയാണ് തേനീച്ചയുടെ വീട്, കൂട്? അതെല്ലാം പെണ്ണീച്ചകളാണ് ചെയ്യുന്നത്. 30 നാഴിക ദൂരേക്ക് അത് പറന്നുപോയി. തേനിന്റെ സാന്നിധ്യം, പൂക്കളുടെ സാന്നിധ്യം, പഴങ്ങളുടെ സാന്നിധ്യം കണ്ടാൽ അതുണ്ടാക്കുന്ന ശബ്ദം മറ്റു തേനീച്ചകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അത്ഭുതകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, തേനീച്ച ആണീച്ച പണിയെടുക്കാത്തതിനെ കുറിച്ച് പരാതിപ്പെടുന്നില്ല. മറ്റൊരാൾ പണിയെടുക്കാത്തതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ജോലി ഞാൻ ചെയ്യുക. നമ്മ അറിയില്ലേ ചില കാര്യങ്ങൾ, അവൻ വന്നില്ലല്ല, അവൻ തന്നില്ലല്ല, അപ്പം ഞാൻ മാത്രം എന്താ അവന് വരാഞ്ഞത്? മീറ്റിങ്ങിന് വന്നില്ല, പള്ളിയിൽ വന്നില്ല, അവൻ സംഭാവന തന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്യണം അത് ഞാൻ ചെയ്യുക. മറ്റാൾ അയാളാലോചിച്ചോട്ടെ. ആ വരാത്ത ആളെ, മറ്റാളിലെ സംഭാവന തരാത്ത ആൾ, പള്ളിയിലേക്ക് വരാത്ത ആൾ, മീറ്റിങ്ങിന് വരാത്ത ആൾ, ആ കാര്യം അയാൾ ആലോചിച്ചോളൂ. ഞാൻ വന്നോ, ഞാൻ പള്ളിയിലെത്തിയോ, ഞാൻ സംഭാവന കൊടുത്തോ എന്നതേ തേനീച്ച എങ്ങനെ ശ്രദ്ധിക്കുള്ളൂ. മറ്റാൾ വന്നോ വന്നില്ലേ എന്നൊന്നും തേനീച്ച ശ്രദ്ധിക്കുന്നില്ല. ഈ ഉൾക്കാഴ്ച അള്ളാഹ് ഒന്നുകൂടി മനുഷ്യൻ ശരിക്കും കണ്ടെങ്കിലും കണ്ട പലതിനെ കുറിച്ചും ഉറ്റാലോചിക്കാറില്ല മനുഷ്യന്മാർ. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രന്മാരൊക്കെ എന്നോ മുസ്ലിങ്ങളായി പോകേണ്ടതായിരുന്നു ഉറ്റാലോചിച്ചിരുന്നെങ്കിൽ. ഒരു ചെറിയ ജീവിയെ അള്ളാഹു സൃഷ്ടിച്ച, രൂപപ്പെടുത്തിയതും അതിന് ബോധനം നൽകിയതും ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ എല്ലാത്തിനും ഒരു പ്രകൃതി നൽകുകയും സുമ്മഹദാ എന്നിട്ട് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് ഫിർഔനോട് മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ.
തേൻ ഒരുവിധം എല്ലാത്തിനും നല്ലതാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു. എൻ്റെ സ്നേഹിതന് വയറിളക്കമാണ് നബിയെ, ആകെ പ്രയാസമാണ്. നബി ഒന്ന് തേൻ കൊടുക്കുകയാണ്, തേൻ കുടിക്കാൻ കൊടുക്കുക. ഇയാൾ പോയി തേൻ കുടിക്കാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിക്കണം, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, നബിയെ കൂടിയിട്ടുള്ളൂ. അപ്പം നബി ഒന്ന് തേൻ കൊടുക്കാൻ, ഇനിയും തേൻ കൊടുക്കാൻ. ഇത് 3 തവണ അയാൾ വന്നു. 4-മതും തേൻ കൊടുക്കാൻ പറഞ്ഞു. തേൻ കൊടുത്തു, വയറ് ശരിയായി. അത് വന്നു പറയാം, ഇപ്പം ശരിയായി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് അള്ള പറഞ്ഞത് സത്യം, അള്ള പറഞ്ഞതാണ് സത്യം. അവൻ്റെ വയറ് കളവാക്കിയതാ. ശിഫയുണ്ടെന്ന് പറഞ്ഞത് റബ്ബാ, ശിഫയുണ്ട് എന്ന് പറഞ്ഞത് റബ്ബാണ്. എന്താ ഇപ്പൊ കൂടിയത്? ആദ്യം കൊടുത്തതാ വളരെ അഴുക്കുകളായിരുന്നു വയറ്റിലുണ്ടായിരുന്നത്, അത് മുഴുവൻ പുറത്ത് കളഞ്ഞതായിരുന്നു. ഇപ്പോഴല്ലേ രോഗം മാറുള്ളൂ. രോഗം മാറാൻ വേണ്ടിയിട്ടായിരുന്നത്. മുഴുവൻ വയറ്റിലുള്ള അഴുക്കുകൾ, മാലിന്യങ്ങൾ പുറത്തു പോയതാണത്, വയറിളക്കം കൂടിയത്. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അള്ള പറഞ്ഞത് സത്യം. റസൂല് പറയണം, അവൻ്റെ വയറ് കളവാക്കാൻ നോക്കിയതാ, പക്ഷെ അള്ള പറഞ്ഞതാണ് സത്യം. ശിഫയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു മൂമിനായ മനുഷ്യൻ എന്നാൽ, വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളിൽ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ തേനീച്ചയെ പോലെയാണ്. റസൂലുള്ള പറയാം, മൂമിനായ മനുഷ്യൻ തേനീച്ചയെ പോലെയാണ്. നല്ലത് മാത്രമേ അത് ഭക്ഷിക്കൂ. ഈച്ച എല്ലാ വൃത്തികളിലും പോലെ, ഈച്ച എല്ലാ മാലിന്യങ്ങളിലും. തേനീച്ച പോകില്ല. തേനീച്ച പൂക്കളിലും നല്ല പഴങ്ങളിലും മാത്രമേ പോകൂ. റസൂലുള്ള പറയാം, നല്ലത് മാത്രം ഭക്ഷിക്കുള്ളൂ തേനീച്ച. അതിൽ നിന്ന് നല്ലത് മാത്രമേ മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വാക്കുകൂടി പറഞ്ഞു, ആ തേനീച്ച തേൻ ശേഖരിക്കാൻ ചെല്ലുമ്പോൾ ആ പൂക്കളുടെ ഇതളുകൾ, ചില്ലകൾ ഒടിക്കുകയില്ല, കേടുവരുത്തുകയും ഇല്ല. സത്യവിശ്വാസി സമൂഹത്തിൽ അങ്ങനെ ആയിരിക്കണം. അവൻ നല്ലതേ സ്വീകരിക്കൂ, നല്ലതേ കൊടുക്കൂ. സമൂഹത്തിന് ദ്രോഹമാകുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ഒരു സത്യവിശ്വാസിയും, ഇതിനേക്കാൾ നല്ല ഒരു ഉപമ എവിടെയാണ് സഹോദരങ്ങളെ? സാമൂഹ്യ ജീവിയാണല്ലോ നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ പിന്നീട് വരുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്ന് വഴിയെ ഇൻഷാ അല്ലാഹ്. ആ സാമൂഹ്യ ജീവി, നമുക്കൊക്കെ പ്രശ്നങ്ങളല്ലേ. അവനങ്ങനെ പറഞ്ഞ്, അവനിങ്ങനെ പെരുമാറി, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, നാട്ടുകാരും സ്ഥിരമായി പരാതിയല്ലേ നമുക്കുള്ളത്. റസൂൽ പറയണം, തേനീച്ചയെ പോലെയാണ്, നല്ലത് മാത്രം സ്വീകരിക്കുള്ളൂ. മുഅ്മിനീങ്ങൾ ഹലാലായത് മാത്രമേ സ്വീകരിക്കൂ, അനർഹമായതൊന്നും സ്വീകരിക്കില്ല, നിരോധിച്ചതൊന്നും അവൻ ഉപയോഗിക്കില്ല. ജനത്തിനവൻ കൊടുക്കുന്നതോ നല്ലത് മാത്രം. അവനോട് മോശം ചെയ്യുന്നവർക്ക് പോലും നല്ലതേ അവനിൽ നിന്ന് കിട്ടും. പ്രതികാരമോ പകയോ മുഅ്മിനുണ്ടാവില്ല. പ്രതികാരമോ പകയോ ഇല്ല, അസൂയയില്ല. നല്ലത് മാത്രമാണ് അവന് കൊടുക്കുക. ചില്ല ഒടിക്കൂല. തേനിങ്ങനെ സ്വീകരിച്ചിങ്ങനെ പോരല്ലാതെ ആ ചെടിക്ക് കേടുവരുത്തുകയില്ല. സാമൂഹ്യ ജീവിതത്തിൽ ഒരു മുഅ്മിൻ യാതൊരു ദ്രോഹവും സമൂഹത്തിന് ഉണ്ടാക്കുകയില്ല. അത്ഭുതകരമായ ഒരു പ്രവാചക വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ഇത് വേണമെങ്കിൽ ഒരു ഭൗതിക വിഷയം അല്ലേ, വൈദ്യല്ലല്ലോ തേനീച്ചയും തേനും. അതെന്തിനാണ് ഖുർആൻ ഉദ്ധരിച്ചത്? നിങ്ങളുടെ ചിന്ത ഒന്നുകൂടി ഉദ്ദീപിപ്പിച്ചിട്ട്
ആ തേനീച്ചയെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് നിങ്ങൾക്ക് ഖുർആനാകുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് വൈബിയായ ലോകത്ത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അറിയുന്ന വിഷയം തന്നെ പറഞ്ഞുകൊണ്ട് പരലോകത്തിന്റെ വിജയത്തിലേക്കുള്ള മാർഗം നിങ്ങൾക്ക് കൃത്യമായി അല്ലാഹു കാണിച്ചു തരുന്നു. നാം ഖുർആൻ പഠിക്കണ്ടേ? ഖുർആൻ പഠിച്ചാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ കിതാബ് ശരിയായ വിധം പഠിക്കാനും ആ ഇൽമ പ്രയോജനപ്പെടുത്തി ജീവിക്കാനും പരമകാരുണികനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തേനീച്ചയുടെ ഗുണം കേട്ടു. നല്ലതിൽ മാത്രം പോകുന്ന, നല്ലത് മാത്രം രുചിക്കുന്ന, നല്ലത് നൽകുന്ന. നേരെ വിപരീതമാണ് ഈച്ച. എല്ലാ മാലിന്യങ്ങളിലും പോകും. പലതരം രോഗങ്ങൾ, രോഗാണുക്കൾ മനുഷ്യരിലുണ്ടാക്കും. നിസ്സാര ജീവിയാണ്, അറപ്പ് തോന്നുന്നൊരു ജീവിയാണ്. അറപ്പ് തോന്നുന്ന ജീവിയാണ് തേനീച്ച. അല്ല, ഈച്ച. തേനീച്ചല്ല, ഈച്ച. ഏറ്റവും നിസ്സാരമായി മനുഷ്യൻ കരുതുന്ന ഈച്ചകൾ ഉള്ളിടത്ത് ഒരു കൈ കൊണ്ട് ഇത് വീശിയാൽ 50 ഈച്ച കയ്യിൽപ്പെടും. അത്ര നിസ്സാര ജീവി. വേണമെങ്കിൽ ഒറ്റടിക്ക് കൊല്ലാം അതിനെ. അത്രയും നിസ്സാരമായ ജീവി. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു. ഈച്ചയെക്കുറിച്ച് എന്തിനു വേണ്ടി പറഞ്ഞു എന്നതാണ് അത്ഭുതം. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്ന തൗഹീദ്, റബ്ബിന്റെ ഏകത്വം, അത് സ്ഥാപിക്കുകയും അതിൻ്റെ സത്യത ബോധ്യപ്പെടുത്താനും ജനങ്ങൾ ഭൂരിപക്ഷവും പോയിക്കൊണ്ടിരിക്കുന്ന ശിർക്ക്, അതിൻ്റെ അപകടവും അതിൻ്റെ അസത്യാവസ്ഥയും മിഥ്യാവസ്ഥയും അതിൻ്റെ ദുർബലതയും ബോധിപ്പിക്കാൻ മനുഷ്യന് കാണാൻ കഴിയുന്ന, മനുഷ്യനറിയുന്ന ഈച്ചയെ ഉപമയായി അള്ളാഹു പറയുന്നു. അതാണ് അതിൽ അത്ഭുതം. വിഷയം ഭൗതികല്ലേ ഈച്ച, പക്ഷേ വൈബിയായ ഒരു വിഷയത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. യാ അയ്യുഹന്നാസ്. സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ. നമ്മുടെ ഈ പള്ളിയുടെ മുന്നിൽ കുറേ കാലം ആയത്ത് അർത്ഥസഹിതം എഴുതി വെച്ചിരുന്നു. ഈ ചുമരും അപ്പുറത്തെ, നേരെ പള്ളിയുടെ അപ്പുറത്തെ ചുമരുമ്പോൾ കുറേ കാലം എഴുതി വെച്ചിരുന്നു ഈ ആയത്തും അതിൻ്റെ അർത്ഥവും. ഹജ്ജിലെ 73-ാമത്തെ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഒരു ഉപമ ഇവിടെ വിവരിക്കപ്പെടുകയാണ്. ഫസ്തമിഉ, നിങ്ങൾ കാതോർത്ത് കേൾക്കണേ. വെറുതെ കേട്ടാ പോരാ. അള്ളാഹ് പറയാണ് കാതോർത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹ് ഒരു ഉപമ പറയുന്നു. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. അള്ളാഹ് പറയുന്നു, നമ്മുടെ ഏതെങ്കിലും ഒരു മൗലവി പറഞ്ഞ വർത്താനല്ല, ഖുർആനാണ് നിങ്ങൾ കേൾക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് സഹായ തേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കൊരു ഈച്ചയെ പടക്കാൻ കഴിയില്ല. നിസ്സാര ജീവിയായ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ മനുഷ്യർ അള്ളാഹിനെ വിട്ടിട്ട് പലരോടും തേടുന്നുണ്ടല്ലോ, സഹായ തേട്ടം നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊന്നും തന്നെ ഒരു ഈച്ചയെ പടക്കാൻ വലവിച്ചിത്തമഊലഹു. ഒരാൾ കണ്ട അള്ളൊഴിച്ച് മനുഷ്യന്മാര് തേടുന്ന എല്ലാ ഇലാഹുകളും ഒന്നിച്ചുകൂടി എല്ലാവരും പരസ്പരം സഹായിച്ചിട്ട് ഒരു ഈച്ചയെ പടക്കട്ടെ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നിസ്സാര ജീവിയായ ഈച്ച, അതിൻ്റെ കാലിന് എത്ര വണ്ണുണ്ട്, ചിറകിനെത്ര തൂക്കമുണ്ട്. പക്ഷെ അതിന് രോഗങ്ങൾ വരുത്താൻ പറ്റും. പല മാലിന്യങ്ങളിൽ ചെന്നിട്ട്
ഒരു രോഗിയുടെ അടുത്ത് നിന്ന് മറ്റൊരു മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ രോഗാണുക്കളെ പരത്താൻ ഈച്ചക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലും ഹോട്ടലിലൊക്കെ ഈച്ച വന്നിരിക്കാതിരിക്കാനുള്ള സുരക്ഷിത രീതികളൊക്കെ സ്വീകരിക്കുന്നത്. ചായ ഗ്ലാസിൻ്റെ വീതെ പോലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പ് ഹോട്ടലുകളിൽ സ്വീകരിച്ചത് അതുകൊണ്ടല്ലേ. അല്ലാഹ് ഇത് പറഞ്ഞ് നിർത്തിയ ഇല്ല, ഈച്ചയെ പടക്കാൻ പറ്റില്ല. ഒരാളെ വേണ്ട, ലോകത്തുള്ള മനുഷ്യർ പലരെ വിളിക്കില്ല, എല്ലാ ദൈവങ്ങളും കൊണ്ട് കൂടിക്കോ, എന്നിട്ട് ഈച്ചയെ പടക്കാൻ പറ്റൂല, വെല്ലുവിളിക്കാനല്ല. മാത്രമല്ല അവരിൽ നിന്ന് ഈച്ച എന്തെങ്കിലും ഒന്ന് തട്ടിയെടുത്താൽ, ഈച്ചയുടെ കാലിൽ എത്രയാണ് സ്പർശിക്കുക സഹോദരങ്ങളെ? ഈച്ച എന്തെങ്കിലും ഒന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ലായസ്തങ്കിദൂഹുമിന്ന് തിരിച്ചു വാങ്ങിക്കാൻ പോലും ഈ ഇലാഹുകൾക്ക് കഴിയില്ല. ഈച്ചയെ പടക്കല് പോട്ടെ, അവർക്ക് പ്രസാദമായി മുന്നിൽ വെച്ചിട്ടുള്ള സാധനത്തിൽ നിന്ന് ഈച്ച എന്തെങ്കിലും ചില കാലിന്റെ വണ്ണത്ര അതിൽ നിന്ന് എടുത്തു പോകുമ്പോ അവിടെ ഇടാന്ന് പറയാൻ പറ്റുമോ? ആളുകൾ എന്ന് ചോദിക്കണേ. ജാറത്തിലെ ഷെയ്ഖ് പറയോ, ജാറത്തിലെ ഷെയ്ഖ് മക്ബറയെ ചെന്നിട്ട് രക്ഷിക്കണേ, കുഞ്ഞിനെ തരണേ. ഈച്ചയെ പടക്കാൻ പറ്റാത്ത കഴിവില്ലാത്തവരോട് സന്താനങ്ങളെ ചോദിക്കുന്നു ഈ ഖുർആന്റെ അനുയായികളായ ഈ ഉമ്മത്തിലെ ആളുകൾ. ഈച്ചയെ പോലും പടക്കാൻ പറ്റാന്ന് അള്ളാഹ് പറയും. എന്നിട്ടല്ലേ മനുഷ്യക്കുഞ്ഞിനെ രോഗം മാറ്റണേ, നല്ല വിസ കിട്ടണേ, എന്തൊക്കെ ആവശ്യങ്ങൾ, നല്ല കല്യാണം നടക്കണേ. അള്ളാഹ് പറയണേ, ആരെടുത്തായിട്ടാണോ നിങ്ങൾ തേടുന്നത് അവരുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും, അങ്ങനെ ഈ മക്ബറയിൽ ചെന്നിട്ട് തേടുമ്പോൾ അവിടെ വെച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് പോകുമ്പോൾ ആ മക്ബറയിൽ മുമ്പേ മരണപ്പെടുക്കുന്ന ഔലിയാക്ക് അവിടെ ഇടാൻ പറയും. വെടിച്ചെടുക്കാൻ പറ്റുമോ? ഏത് സമുദായം വിളിച്ചു തേടുന്ന ദൈവങ്ങളായിരുന്നാലും ഒരാൾക്കും ഒന്നും പറ്റില്ല. ആയത്ത് അവസാനിക്കണ അങ്ങനെ, ചോദിച്ചു ചെന്നവനും ആരോടാണോ ചോദിച്ചത് രണ്ടുപേരും ദുർബലരാണ്, കഴിവില്ലാത്തവരാണ്, സാധിക്കാത്തവരാണ്. കഴിവുള്ളവൻ ഏകനായ റബ്ബ് മാത്രം. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ അറിയുന്ന, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന, അറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ, ആ റബ്ബിനോട് ചോദിക്കൂ, ആ റബ്ബിനോട് സഹായം തേടൂ. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരുള്ള സഹായതേട്ടം ഒരിക്കലും അള്ള പൊറുക്കാത്ത മഹാപാപമാണ്. നിശ്ചയമായും അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നത് അങ്ങേയറ്റത്തെ അക്രമമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്ന അള്ളാഹ് ഒരിക്കലും പൊറുക്കുകയില്ല. ആവർത്തിക്കുകയാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച്. എന്നിട്ട് അള്ളാഹു മനുഷ്യന് കാണാൻ കഴിയുന്ന, മനുഷ്യന് അറിയാൻ കഴിയുന്ന ഒരു നിസ്സാര ജീവിയാൽ ഈച്ചയെ ഉദാഹരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. അതിനും നമ്മൾ ഖുർആൻ പഠിക്കണ്ടേ? ഈ ആയത്തൊന്നും ഒരു വായതിലും ഓതാറില്ല. ഈ ആയത്തെ ഒരു വായതിലും ഓതാറില്ല. വായതിലും ഓതിയാൽ ചോദിക്കൂല ആൾക്കാർ, ഇങ്ങനത്തെ ഒന്നും ഓതൂല. ശിർക്കിനെതിരെയുള്ള ആയത്തോതാൻ പേടിയാണ്. കഥകളാ പറയാ, സ്വപ്ന കഥകൾ, അത്ഭുത കഥകൾ. അതുകൊണ്ട് ഖുർആനിലേക്ക് വരുമ്പോൾ വൈദിയായ ഇൽമ്, ആത്മീയമായ അറിവ് നേടുമ്പോൾ ആ ഖുർആനിൽ തന്നെ ഭൗതികമായ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ റബ്ബിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ്. ആ റബ്ബിനെക്കുറിച്ച് ദിക്ർ ചെയ്യുന്ന, ശുക്ർ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب.